ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മീൻകറിയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാന്താരി മീൻകറി. പേര് പോലെ തന്നെ കാന്താരി മുളക് ഇട്ടിട്ടാണ് ഈ മീൻകറി വെക്കുന്നത്. മത്തി വെച്ചിട്ട് ചെയ്യുന്ന കാരണം കാന്താരി മത്തിക്കറി എന്നും പറയാം. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കണേക്കാളും മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു ബെല്ലൈക്കണും കൂടി കാണാൻ പറ്റും. അതിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം തന്നെ വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ മറക്കാതെ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കറി ചെയ്യാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മത്തിയാണ് കേട്ടോ. ഈ കറി ചെറിയ മീനിൽ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ചെറിയ മത്തി അല്ലെങ്കിൽ ചെറിയ അയില ഇതിലൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉള്ളത്. പിന്നെ പുളിക്കായിട്ട് നമ്മൾ ഇതിനകത്ത് പച്ചമാങ്ങയാണ് യൂസ് ചെയ്യുന്നത്. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോമ്പിനേഷനാണ്. ചെറിയ മീനും മാങ്ങയും കാന്താരി മുളകും. ഈ ഒരു 3 ഐറ്റത്തിന്റെ കോമ്പിനേഷനാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പുളിക്കനുസരിച്ചിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തേക്കുന്നത്. 2 ചെറിയ മാങ്ങയായിരുന്നു. ഇപ്പൊ നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ 1 മാങ്ങ മതിയാവും. ഇപ്പൊ പുളി അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇത് ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവും. നീളത്തിലോ അല്ലെങ്കിൽ കുറച്ച് വണ്ണത്തിലോ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഒരുപാട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ നിൽക്കണ്ട, ചിലപ്പോൾ മാങ്ങ കറിയിൽ കിടന്ന് ഉടഞ്ഞു പോകും. പിന്നെ കാന്താരി മുളകാണ് നമ്മുടെ കറിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. കാന്താരി മുളക് നമ്മൾ ഇതിനകത്ത് അരച്ചിട്ടാണ് ചെയ്യണത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നീളമുള്ള കാന്താരി മുളകാണ്. നമ്മൾ അവിടെയൊക്കെ നല്ല നാടനായിട്ടുള്ള കാന്താരി മുളക് കിട്ടും. ഇതുപോലത്തെ കാന്താരി മുളക്, ഇങ്ങനെ പൂമൊട്ട് പോലത്തെ കാന്താരി മുളക് കിട്ടും. ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം എനിക്കിത് ഇവിടെ പെട്ടെന്ന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടണ ഇതുപോലത്തെ നീളത്തിലുള്ള കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഒരുപോലെ തന്നെ. പിന്നെ നമ്മുടെ നാടൻ്റെ അത്രയും വരില്ല, എന്നാലും കാന്താരി മുളക് തന്നെ. അപ്പം നീളത്തിലുള്ള ഈ കാന്താരി മുളക് ഞാനിവിടെ 15 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ചെറുത് 15 എണ്ണം എടുത്താൽ പോരാ, ഇത് വലുതായതുകൊണ്ടാണ് ഞാൻ 15 എണ്ണം എടുത്തത്. അപ്പം ചെറിയ കാന്താരി മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 25 എണ്ണം വരെ എടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ എരിവനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് 5-6 ചെറിയുള്ളി വേണം, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി വേണം, കുറച്ച് കറിവേപ്പില വേണം, പിന്നെ ഒരു തേങ്ങയുടെ 1/4 ഭാഗം ചെറിയത് വേണം. പിന്നെ കുറച്ച് പൊടികളും കൂടി വേണം നമുക്ക്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ചെയ്യണ സമയത്ത് പറയാം. ഇപ്പം സമയം കളയണ്ട. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണിത് കറിയാക്കി എടുക്കുന്നതെന്ന്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അരപ്പുണ്ടാക്കിയെടുക്കാം. ഒരുപാട് സ്റ്റെപ്പുകളൊന്നും ഇതിനകത്തില്ല കേട്ടോ. അപ്പം ഏറ്റവും നന്നായിട്ട് അരയണ മിക്സി ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് നമുക്ക് ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി ഞാൻ പറഞ്ഞിരുന്നു ഒരു 5-6 ചെറിയുള്ളി എടുക്കാനായിട്ട്. ഞാനൊരു 6 ചെറിയുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അല്പം വലിപ്പമുള്ള ചെറിയുള്ളിയാണ് കേട്ടോ, വലിയ ചെറിയുള്ളിയാണ്. അപ്പോൾ ഒത്തിരി ചെറുതാണെങ്കിൽ നിങ്ങളൊരു 7-8 എണ്ണമൊക്കെ എടുത്തോളൂ. ചെറിയുള്ളി മുഴുവനും നമ്മൾ ഈ ജാറിലേക്ക് ഇടുന്നില്ല, പകുതി നമ്മൾ കറി കാച്ചാനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. 3 എണ്ണം കറി കാച്ചാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പം 3 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ജാറിലേക്ക് ചേർക്കാം. ഒരു 2-3 എണ്ണം മാറ്റി വെക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ലാസ്റ്റ് താളിക്കാൻ വേണ്ടിയിട്ടാണ് കറി. ഇനി നമുക്ക് കാന്താരി മുളക് ചേർക്കാം. കാന്താരി മുളക് നീളത്തിലുള്ള 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെറിയതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി എടുക്കുക. ഒരു കൈപ്പിടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20-25 എണ്ണമൊക്കെ ഉണ്ടാവും. എരിവൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു എരിവ് അനുസരിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ അളവിൽ നിന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞെട്ട് കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കണത്. അപ്പോൾ കാന്താരി മുളകും ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഇത് ഒരു ചെറിയ തേങ്ങയുടെ 1/4 ഭാഗം ചിരകിയെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിപ്പോൾ ഒരു സാധാരണ മീൻകറി വെക്കുന്ന സമയത്ത് എന്തോരം മഞ്ഞൾപ്പൊടി ചേർക്കണോ അതിനേക്കാളും കൂടുതൽ അളവിലാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കണം. ഇനി മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർക്കണത്. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പൂണും ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ വലിയ സ്പൂണും. നമ്മളിവിടെ എല്ലാം ചേർക്കുന്നത് ടീസ്പൂൺ അളവിലാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർക്കാം. ഉലുവയുടെ പൊടി എല്ലാവരും മീൻകറിയിൽ ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. കയ്യിലില്ല എന്നുണ്ടെങ്കിലും ഇത് ഒഴിവാക്കാം, ഓപ്ഷണലാണ്. പക്ഷെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 നുള്ളേ ഉണ്ടാവുള്ളൂ. ഉലുവാപ്പൊടി കൂടിയാലും കറിക്ക് ഒരു കയ്പ്പ് വരും, ഒരു വഴുവഴുപ്പ് പോലെ വരും. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കണം കേട്ടോ. 1/4 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കണ്ട. അഥവാ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. 4-5 കറിവേപ്പിലയുടെ ഇലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കണം അല്ലേ. വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ആദ്യമേ ചേർക്കരുത്. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം അരയ്ക്കുക. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യമേ തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും അരഞ്ഞു കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പം ഞാനിവിടെ 250 ml ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. 1/2 ഗ്ലാസ്സാണ് മാക്സിമം അളവ്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം.
ഇപ്പോൾ ഇത് ഞാൻ അരച്ചിട്ടുണ്ട്, അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ അടപ്പ് തുറന്നിട്ടില്ല. അടപ്പ് തുറക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിത് മിക്സിയിൽ അരച്ചിട്ട് ഫസ്റ്റ് അടപ്പ് തുറക്കില്ലേ നമ്മൾ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഒരുപാട് അടുത്തേക്ക് വെക്കാണ്ട് ഒന്നൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് അടപ്പ് തുറക്കാം കേട്ടോ. കാരണം നമ്മൾ അരച്ചേക്കുന്ന മുളകല്ലേ, കാന്താരി മുളകല്ലേ, അപ്പോൾ ചിലപ്പോൾ തുറക്കുമ്പോൾ അതിൻ്റെ ഒരു പുകച്ചിലുണ്ടാവും, പുറത്തേക്ക് വരും പുകച്ചിൽ. അപ്പോൾ ചിലപ്പോൾ ഈ തുമ്മലും അല്ലെങ്കിൽ അലർജിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് മൂക്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ തുമ്മൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, വെള്ളമൊന്നും ഒരുപാട് ആയിട്ടില്ല, കറക്റ്റാണ്. ഈ ഒരു കളറാണ് നമ്മുടെ കറിയുടെ കളറ്. ഇതിവിടെ ഇരിക്കട്ടെ. ഈ കറി നമ്മൾ മൺചട്ടിയിലാണ് വെക്കാൻ പോണത്. മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ഇതുപോലത്തെ നാടൻ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ മൺചട്ടി ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു ചട്ടി എടുത്താലും മതി. പക്ഷെ മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിത് സ്റ്റൗവിലല്ല വെച്ചിരിക്കുന്നത്. സ്റ്റൗവിൽ വെക്കുന്നതിന് മുന്നേ ചട്ടിയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് വഴറ്റണ പരിപാടികളൊന്നും ഈ കറിയിലില്ല. ആദ്യം തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തു. ഇപ്പോൾ ജാറിയിൽ കുറച്ച് ഇങ്ങനെ അരപ്പ് അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം, ഞാൻ നേരത്തെ എടുത്ത ഗ്ലാസ്സില്ലേ അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് വെള്ളം ഈ ജാറിലേക്ക് ഒഴിച്ചിട്ട് ജാറ് നല്ലപോലെ ഒന്ന് കഴുകി നമുക്ക് ആ വെള്ളം ഈ ചട്ടിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട് മൊത്തം. അതായത് നമ്മൾ അരയ്ക്കാനായിട്ട് അര ഗ്ലാസും പിന്നെ ഇപ്പോൾ ജാറിൽ നിന്ന് നമ്മൾ ഒഴിച്ചത് അര ഗ്ലാസും. അപ്പോൾ മൊത്തം ഒരു ഗ്ലാസ് വെള്ളമായിട്ടുണ്ട്. ഇത്രയും വെള്ളം പോരാ, നമുക്ക് ആ മീനും മാങ്ങയൊക്കെ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം, അതായത് 250 ml ഗ്ലാസ്സിലത്തെ ഒരു ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം മീൻ ചേർക്കണതിന് മുന്നേ ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. മീൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നീട് മീനൊക്കെ വെന്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ മീൻകറി വെക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അളവ് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനും മാങ്ങയും ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഇടാം. ഞാനിപ്പോൾ ആദ്യം തന്നെ അരപ്പല്ലേ ചട്ടിയിലേക്ക് ഇട്ടത്, അതിന് പകരമായിട്ട് നിങ്ങൾ മീനും മാങ്ങയും ആദ്യം ചട്ടിയിലേക്ക് ഇടാം. എന്നിട്ട് അരപ്പും അത് മുങ്ങിക്കെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാലും മതി. അളവ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ തേങ്ങാപ്പീര ചേർത്ത കറി ആയതുകൊണ്ട് തന്നെ നല്ലോണം കുറുകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം വെക്കാൻ കൂടിയിട്ട്. ഇനി ഇതൊരു മീഡിയം തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കറി തുറന്ന് വെച്ചിട്ട് വേണം തിളപ്പിക്കാം. ഇനി ഇതിനകത്ത് മീനും മാങ്ങയും നല്ലോണം വേവണം. അതേപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കറി കുറുകയും വരണം. ആ ഒരു പരിവ് എത്തണ വരെ തീ ഒരു ലോയിനും മീഡിയത്തിനും ഇടയ്ക്ക് വെച്ചിട്ട് കറി തിളപ്പിക്കാം. സ്പൂൺ ഇട്ടിട്ട് ഒരുപാട് ശക്തിയായിട്ടൊന്നും ഇളക്കാൻ പാടില്ല. കാരണം മീൻ വെന്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പൂൺ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉടഞ്ഞു പോകും. അപ്പോൾ കറി സ്പൂണിട്ട് ഇളക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. അപ്പോൾ മീനൊന്നും ഉടഞ്ഞു പോവുകയുമില്ല, കറക്റ്റായിട്ട് കറി മിക്സായിട്ട് വരികയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തീ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, കൈ പൊള്ളണ്ട. ഞാനിത് ഒരുപാട് വറ്റിക്കണില്ല. ഈ കറി കുറച്ച് ചാറോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മളത് തീ ഓഫ് ചെയ്താലും ഇരുന്നിട്ട് കുറച്ചും കൂടി വറ്റി വരും. അപ്പം ഞാൻ ഇത്രയും തിളപ്പിക്കണുള്ളൂ. മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഉപ്പും എരിവൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഞാൻ കറി ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് താളിച്ച് ഒഴിച്ചാൽ മാത്രം മതി. അപ്പം അതിനായിട്ട് വേറൊരു ചെറിയ ചട്ടി ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 3 ചെറിയ ഉള്ളി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരു പകുതി മൂപ്പായി വരുമ്പോൾ കറിവേപ്പില ചേർക്കാം. ഇപ്പം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കാന്താരി മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടൊരു കറിയാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു കറിയാണ്. നിങ്ങൾ ഈ താളിക്കുന്ന ഭാഗം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഓയിൽ ഫ്രീയും ആവും കറി. അപ്പോൾ അടുത്ത വട്ടം കാന്താരി മുളകും മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.